ഇന്ന് ഞാൻ ഷാർജയിലേക്കാണ് പോകുന്നത്. ദുബായിൽ ജോലി അന്വേഷിച്ച് നടന്ന സമയത്ത് ഒരു കമ്പനിയിൽ ഒരാൾ ഒരു മലയാളിയാണ്. ആ പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ തന്നെ കമ്പനിയിൽ ഷാർജയിലെ മെയിൻ ഓഫീസാണ്, അവിടെ ഇതുപോലെ ഹയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ അവർ വിളിച്ചപ്പോൾ ഹയറിങ് അവിടെ നടക്കുന്നുണ്ട്, അങ്ങനെ എന്തായാലും പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പോകുന്നതാണ്. നോക്കാം എന്താവും എന്നുള്ളത്. ഒന്ന് ട്രൈ ചെയ്യണമല്ലോ, നമ്മൾ അറിയുന്ന സാധനങ്ങളെല്ലാം ട്രൈ ചെയ്യണം, അതിനാണല്ലോ വന്നത്. അപ്പം അങ്ങനെ ഷാർജയിലേക്ക് പോവാം. ഇത് ഞാൻ മറക്കാത്തൊരു സംഭവമാണ്. കാരണം ഇൻ്റർവ്യൂ മാത്രമല്ല, ഈ ഇൻ്റർവ്യൂവിന് പോകാൻ കാരണമായ ആ വ്യക്തിയും, പുള്ളിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, റാൻഡമായിട്ട് കണ്ട ഒരാളാണ്. ഞാൻ അവരുടെ ഓഫീസിൽ ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങുന്ന കൂട്ടത്തിൽ കയറിയതാണ്. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും സാധനങ്ങൾ എന്തിനാണ് കൊണ്ടുപോകുന്നത്, ബാഗിൽ ഫയല് അത് ഇത് എല്ലാ സാധനവും കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ജസ്റ്റ് റെസ്യൂമെ മാത്രം എടുത്താൽ മതി, ഇൻ്റർവ്യൂ ആയിട്ടുള്ള സമയത്ത് മാത്രം നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും ഒക്കെ എടുത്താൽ മതി എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ്, നമുക്കങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേറെ ആരുമില്ല, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അത്ര തന്നെ. അങ്ങനെ അതിനുശേഷമാണ് ഞാൻ പതിയെ ഇതെല്ലാം ഉപേക്ഷിച്ച് തുടങ്ങിയത്, റെസ്യൂമെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ ശീലിച്ചത്. അതുകൊണ്ട് ഞാൻ മറക്കില്ല. പക്ഷേ എനിക്ക് പുള്ളിനെ ഓർമ്മയില്ല കേട്ടോ. നമുക്ക് ദുബായിൽ നിന്ന് ഇതിൻ്റെ ബോർഡറിൽ വന്നിട്ട് ഷാർജയിൽ കയറണം എന്നുണ്ടെങ്കിൽ വേറെ ബസ്സിൽ നമുക്ക് ദുബായിൽ നമുക്ക് നോൾ കാർഡ് ഉണ്ട്. ആ നോൾ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ പോകാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ക്യാഷ്, ഇപ്പം നമ്മൾ ക്യാഷാണ് കൊടുത്തത്, കാരണം ഒറ്റ തവണത്തേക്കൊക്കെ പോയിട്ട് വരാനാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ക്യാഷാണ് കൊടുത്തത്. റോളേക്കാണ് ഞാൻ പോയത്. ഇപ്പം ഞാൻ റോളയിൽ നിൽക്കുകയാണ്. റോളയിലെ ബസ് സ്റ്റാൻഡാണ് കാണുന്ന ബസ്സുകൾ, ബ്ലൂ കളറിലൊക്കെ ഇൻഡർസ്റ്റേറ്റ് ബസ്സുകളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു പാർക്കുണ്ട്. ഇവിടെ ദുബായ് പോലെയല്ല കേട്ടോ, നാട്ടിലെ പോലെയൊക്കെ തന്നെ അതേ ഇൻ്റർലോക്കും എല്ലാം ഇളകിയൊക്കെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്രോസ് ചെയ്യാൻ നോക്കണം, എവിടെയാണ് ക്രോസ് ചെയ്യാം. ദുബായിൽ സാധാരണ വലിയ ക്രോസിങ്ങുകളാണ് കാണുന്നത്, വലിയ 4 ക്രോസിങ്ങൊക്കെ ചില സമയത്തൊക്കെ കടന്നു പോകേണ്ടി വരും. ഇവിടെ അത്രയും വലുതൊന്നും ഇതുവരെ കണ്ടില്ല, എനിക്കറിയില്ല ബാക്കിയുള്ള സ്ഥലമൊക്കെ എങ്ങനെയാണ്. ഇവിടെ ഇപ്പോൾ അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, അതുവഴി പോകാം, അതുവഴി ക്രോസ് ചെയ്ത് പോകണം. ഇനി കല്യാൺ ജ്വല്ലേഴ്സ്. അങ്ങനെ ഇൻ്റർവ്യൂ എന്തായാലും കഴിഞ്ഞു കേട്ടോ. ഇൻ്റർവ്യൂ ആ സമയത്തൊന്നും വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല, അപ്പോഴൊക്കെ ഉള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി ഭക്ഷണം കഴിക്കണം. രാവിലെ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി, രാവിലെ ഭക്ഷണം അപ്പവും മുട്ടക്കറിയും കഴിച്ചു. പിന്നെ നമ്മളത് വീണ്ടും തിരിച്ചിനി ദുബായിലേക്ക് പോകണം. ഇവിടുത്തെ റോഡൊക്കെ നോക്കും, അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ വന്നതിന് ശേഷമാണ് ദുബായിയുടെ ഒരു നീറ്റ്നെസ് എനിക്ക് മനസ്സിലായത്, അവിടുത്തെ ഒരു വില മനസ്സിലായത്. ഇവിടെ കാണുമ്പോൾ നമ്മുടെ ഒരു നാട് പോലെ തന്നെയാണ്, ചില ഏരിയയൊക്കെ മൂന്നാർ പോലെയൊക്കെ തോന്നും, അല്ലാതെ അവിടെ ഇവിടെയൊക്കെ എന്തോ ഒരു നാടിൻ്റെ ടച്ചാണ് ഫീൽ ചെയ്തത്. അങ്ങനെ വലിയ പടുകൂട്ടൻ കെട്ടിടങ്ങളൊന്നും ഇവിടെങ്ങും കണ്ടില്ല, നോർമലായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. എനിവേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇൻ്റർവ്യൂ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓക്കെയാണ്, നമ്മൾ ഓക്കെ ആയിരുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഇപ്പോഴും എടുക്കില്ല, 2-3 മാസം കഴിഞ്ഞിട്ടാണ് അവർ അടുത്ത ഹയറിങ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതുവരെ എന്തായാലും വിസ ഒന്നും കാണത്തില്ല, അറിയില്ല. അതുവരെ നമുക്ക് വിസ വേറെ ജോലി കിട്ടിയില്ല എങ്കിൽ അവർ നമ്മളെ വിളിക്കും, അതല്ല ഒന്നും ചെയ്യാനില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ മാർഗം, വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ക്രോസ് ചെയ്യുന്നതൊന്നും, റോഡ് ക്രോസ് ചെയ്യുന്നതൊന്നും വലിയ ഇതായിട്ട് തോന്നുന്നില്ല കേട്ടോ, എല്ലാവരും തോന്നിയ പോലെയൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. ദുബായിലൊന്നും അങ്ങനെ എല്ലാവർക്കും ഒരു പേടിയാണ് ക്രോസ് ചെയ്യാനായിട്ട്, കാരണം അപ്പം തന്നെ ഫൈൻ കിട്ടും എന്നുള്ളൊരു പേടിയുണ്ട്. ഇവിടെ പക്ഷേ വന്നപ്പോൾ തൊട്ടേ എല്ലാവരും അവിടെ കൂടെ ഇവിടെ കൂടെ സീബ്ര ക്രോസ് അല്ലാത്തടത്തൊക്കെ ഇഷ്ടംപോലെ ക്രോസ് ചെയ്യുന്നുണ്ട്. വണ്ടികളൊക്കെ ആണെങ്കിലും കൂളായിട്ട് പോകുന്നു, വലിയ റൂളുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, എന്തോന്ന് അറിയത്തില്ല. ശരിക്കും ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു സന്തോഷം, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അങ്ങോട്ട് ഇവിടെ നോക്കുമ്പോഴും മലയാളി ഷോപ്പ് പോലെ തന്നെ ഷോപ്പുകളും ഏരിയ ആണെങ്കിലും ഈ സ്ഥലവും എല്ലാം ഒരു നമ്മളെ ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഇടയിൽ വലിയ ബിൽഡിംഗ് നമ്മുടെ നാട്ടിലെവിടെയാണ് വന്നത്. നമുക്കിവിടെ ഒരു ഷോപ്പുണ്ട്, ഡേ ടു ഡേ എന്ന് പറഞ്ഞിട്ട്. ഡേ ടു ഡേയിൽ ഒന്നും കയറുന്നില്ല. ദുബായ് ഇവിടെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയണമല്ലോ, പക്ഷേ ഇവിടെ വരെ വന്നതല്ലേ. അപ്പോൾ അവിടെയാകുമ്പോൾ ഇവിടെയാണോ റേറ്റ് എക്സ്പെൻസീവ്, അതൊക്കെ നമുക്ക് നോക്കട്ടെ. ഇതിന് എത്രയാണെന്ന്. ഇതിന് 10-50. ഓക്കെ, അവിടെയും ആ വിലയൊക്കെ തന്നെയാണ്, ഏകദേശം 10-11 റേഞ്ചിലൊക്കെ തന്നെ കിട്ടും. ഈ കുപ്പിക്ക് 15 അവിടെ 15, ഇതിവിടെ 10 ഉള്ളൂ. അത്രയും വ്യത്യാസമുണ്ട്. കപ്പ് നോക്കാം. കപ്പ് ഞാൻ കൂടുതലും നോക്കിയിട്ടുള്ളൊരു സംഭവമാണ്, നല്ല ഭംഗിയുണ്ടല്ലോ. കപ്പിന് 5. അതേ വിലയൊക്കെ തന്നെ. ഇത് കൂടുതലാണോ?
പല വിലയുണ്ട് കേട്ടോ. ഈ വിലയൊക്കെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഡേ ടു ഡേ പൊതുവേ നമുക്ക് സാധനങ്ങളൊക്കെ കുറച്ച് റേറ്റ് നല്ല അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു കടയാണ്. ഇത് എവിടെ നോക്കിയാലും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഈ വിലയൊക്കെ തന്നെ, എവിടെ നോക്കിയാലും ഉണ്ട്. ദുബായിൽ ഒരുപാട് അടുത്ത് ഡേ ടു ഡേ ഉണ്ട്. ഇപ്പോൾ ഷാർജയിൽ ഇപ്പോൾ വന്നപ്പോൾ ഇവിടെയും കണ്ടു. കൊള്ളാം, നല്ല രസമാണ്. നല്ല രസമാണ് കേട്ടോ ചുമ്മാ ഇങ്ങനെ കടയിൽ കയറി വിൻഡോ ഷോപ്പിംഗ് നടത്താൻ. എല്ലാം ഇങ്ങനെ വായിതൊക്കെ നടക്കുക. പിന്നെ നമ്മൾ ഷാർജയിലായതുകൊണ്ട് നമുക്ക് അധികം സമയമില്ല, പെട്ടെന്ന് തിരിച്ചു പോകണം. സ്ക്രബ്ബർ എല്ലാ വിലയൊക്കെ തന്നെയാണല്ലോ. ഓക്കേ, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഈ പാവക്കുട്ടി, പാവയ്ക്ക് എന്താണ് വില നോക്കട്ടെ. എവിടെ അവിടെ വില എവിടെ? 11. ഓക്കെ, സെയിം വിലയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ പാത്രം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഈ പാത്രം കാണുന്നത്. ഓക്കെ, ഇവിടെ നിന്നാൽ സമയം പോകും, നമുക്ക് തിരിച്ചു പോകണം. സ്ട്രീറ്റ് ഇവിടെ വന്ന് ഇവിടെ വിലക്കുറവാണ് തുണിക്കെല്ലാം. ഇവിടെ 10, 15 ആ റേറ്റിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഷാർജയിലെ റോള സ്ട്രീറ്റ് എന്നാണ് പേരെന്ന് എനിക്കറിയത്തില്ല. റോള ആണ് സ്ഥലം. സ്വീറ്റ്സൊക്കെ നിറയെ ഉണ്ട്. ഒന്ന് കയറിയില്ല സ്വീറ്റ്സ് ഷോപ്പ്. സാധാ ഷോപ്പ്. നമ്മളങ്ങനെ ഇൻ്റർസിറ്റി ബസ്സിൽ കയറിയിരിക്കുകയാണ് ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഇൻ്റർസിറ്റിയിലാണ് കയറിയത്. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഈ കർട്ടനൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. അങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇനി വണ്ടി ഇവിടുന്ന് എടുക്കണം, നേരെ ദുബായിലേക്ക് പോകണം. കുറച്ച് യാത്രയുണ്ട്. ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയതുകൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് പോകാൻ പറ്റി. ഇവിടെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. വലിയ ദുബായുടെ അത്രയും വലിയ കെട്ടിടങ്ങളില്ല, എന്നാലും വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഷാർജ അറിയില്ല എന്താണെന്നുള്ളത്. ഇതൊരു ദുബായ് ഷാർജ ഒരു ബോർഡർ ഏരിയയൊക്കെയാണ്. ഇവിടെ ബസ് സ്റ്റോപ്പുകൾ ഇങ്ങനെയുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ വ്യത്യാസമുണ്ട്, അവിടെ തന്നെക്കാട്ടിലും ദുബായിനെക്കാട്ടിലും വ്യത്യാസമുണ്ട്. ബസ് സ്റ്റോപ്പുകളാണെങ്കിലും അവിടെയുള്ള ബോർഡുകളാണെങ്കിലും ഒക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇറങ്ങി മെട്രോ എത്തി. സ്റ്റേഡിയം മെട്രോയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലെത്തി. സ്റ്റേഡിയം ഏതെങ്കിലും ഒരു മെട്രോ കിട്ടിയാൽ മതി. അവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, ഇച്ചിരി ഭംഗി. ഏതെങ്കിലും ഒരു മെട്രോ തപ്പി വന്നതാ. തണലുള്ള സ്ഥലം. നമുക്ക് മെട്രോയിലായിട്ട് കയറാം.
Two Attention trains. please. The train to Etisalat will arrive at platform 1. المحطة الأخيرة لهذا القطار Abu Bakr as-Siddiq. Doors were open on the right-hand side. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇപ്പോഴാ ഒരു സമാധാനമായത്. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം.